ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് കണ്ടുകൊണ്ട് മടുത്തോ? സാരമില്ല, 25 വരെയല്ലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം ക്രിസ്മസ് ചലഞ്ചസ് ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് എന്തുകൊണ്ടൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. അതുകൊണ്ട് കണ്ടിന്യൂസ് 25 ഡേയ്സും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വ്ളോഗ്സ് ആയിരിക്കും ഇടുന്നത്. എല്ലാ ദിവസവും എനിക്ക് വ്ളോഗ്സ് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഡ്യൂട്ടി ഉള്ള ദിവസം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്ത വീഡിയോസ് ആയിരിക്കും ഞാൻ അന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാതായിരുന്നു ഡിസംബർ 1 തൊട്ട് അങ്ങോട്ട് വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയത്. അന്ന് തൊട്ടേ 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയതാണ് എന്തുകൊണ്ടാണ് എപ്പോഴെപ്പോഴും ഈ വ്ളോഗായിട്ട് ഇടുന്നതെന്ന്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോക്കകത്ത് ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്നുള്ളത്. അതാകുമ്പം ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ആദ്യം നമ്മളെ പതിവ് തെറ്റിക്കാതെ തന്നെ ഞാൻ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ് വൈബിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ചിയാൻഡസ്. കഴിഞ്ഞ 2 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. ഇന്ന് തൊട്ട് 4 ദിവസം എനിക്ക് അടുപ്പിച്ച് ഓഫാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ഓർത്ത് കുറച്ചുകൂടെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. ഞാൻ എണീറ്റ പാടെ വിൻഡോസ് ഒക്കെ തുറന്ന് കട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ പ്ലാന്റ്സിനൊക്കെ നോക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വാടിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ. അതൊക്കെ നോക്കിയ ശേഷമായിരിക്കും ഇന്ന് എന്തായാലും ഒരു പ്ലാന്റ് കെയർ ചെയ്യണമെന്നുള്ള തീരുമാനം ഞാൻ എടുക്കുന്നത്. ഇന്ന് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഞാൻ തലേദിവസം എഴുതും. ചില കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് തോന്നുമ്പോഴായിരിക്കും ഞാൻ എഴുതുന്നത്. അതാകുമ്പം എനിക്ക് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ടും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാം. ഇന്ന് എന്തായാലും എനിക്ക് കാര്യമായിട്ട് ഉണ്ടാക്കാൻ ഒരു മൂഡൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ കോഫിയും ബിസ്ക്കറ്റും കഴിക്കാന്നുള്ളത്. എനിക്ക് കോഫി ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു മൂഡ് വന്നാൽ മാത്രമേ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അതുമല്ല ഇന്ന് അച്ചുവിന് നൈറ്റും കൂടെ ആയതുകൊണ്ട് അച്ചു കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ചു എൻ്റെ കൂടെ ഇല്ലാത്ത ആ ഒരു ടൈമിൽ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് വലിയ മൂഡൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ആടെങ്കിലുമൊക്കെ എനിക്കിഷ്ടമുള്ള വ്ളോഗ്സോ അല്ലെങ്കിൽ ഷോർട്സോ അങ്ങനത്തെ വല്ല എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി പരിപാടിയിലോട്ട് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 ദിവസം എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കും ഞാൻ കൂടുതലും ലോണ്ട്രിക്ക് വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇന്ന് 2 സെറ്റ് തുണികൾ അലക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ചെയ്യാമെന്ന് വെച്ചു. അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ സോർട്ട് ചെയ്ത് വെക്കാമെന്നുള്ളത്. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ അച്ഛനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് ഏതൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് ഞാനിങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ 2 ലിസ്റ്റാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ലിസ്റ്റും ഒന്ന് ഞാൻ എഴുതുന്നത് ഷോപ്പിംഗ് ലിസ്റ്റും കൂടെ ആണ്. കാരണം എന്തൊക്കെ സാധനങ്ങളാണ് തീർന്നതെന്നുള്ളത് ഞാൻ അപ്പം ആ ഒരു ലിസ്റ്റിൽ ഞാൻ എഴുതി വെക്കും. ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിൽ തന്നെ കാണും 3 കടകളിൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ. കാരണം എല്ലാം ഒറ്റ ഷോപ്പിൽ കിട്ടുന്ന സാധനങ്ങളായിട്ടില്ല. ചിലത് കേരള സ്റ്റോർ കാണും, ചിലത് അസ്തയായിരിക്കും, ചിലത് റേഞ്ചിലായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് വെളിയിൽ പോകാൻ മൂഡുണ്ടായിരുന്നെങ്കിലും ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും വെളിയിലോട്ട് പോകണ്ട, ഒന്ന് റെസ്റ്റ് എടുക്കാവുന്ന. കാരണം 2 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും വീട്ടിലിരിക്കുന്നതല്ലേ. എന്തായാലും ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിലാണ്. വെളിയിൽ പോകാൻ പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു. ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരുന്നു വെളിയിൽ പോകണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെ ആടി ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു എന്നാൽ പിന്നെ 2 കൽപ്പിച്ച് ഇന്ന് വെളിയിലോട്ട് പോകാമെന്ന്. എനിക്കിഷ്ടമുള്ള ഷോപ്പിലാണ് ഞാനിന്ന് പോകുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാനിന്ന് പോകുന്നത്. അവിടെ ആകുമ്പം എനിക്ക് ഡെക്കോർസിനുള്ളതും ആർട്സും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും ഒക്കെ കിട്ടും. ഞാൻ പിന്നെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. ഇന്ന് എന്തായാലും അച്ഛൻ എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിന്ന് ഷോപ്പ് ചെയ്യാനായിട്ടുള്ള നല്ല മൂഡും വന്നിട്ടുണ്ട്. ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരു ക്രിസ്മസ് വ്രത്ത് ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷേ അതിനുള്ള ഡെക്കറേഷൻ ഐറ്റംസ് കാണാനായിട്ടായിരുന്നു ഞാൻ റേഞ്ചിൽ പോയത്. റേഞ്ചിൽ എന്തായാലും എനിക്ക് ആ ഡെക്കോർസ് കിട്ടിയേ ഇല്ലായിരുന്നു. വർത്തിങ്ങിൽ പോയ ടൈമിലായിരുന്നു ഞാൻ അവിടുത്തെ റേഞ്ചിൽ ഇങ്ങനത്തെ കുറച്ച് ഡെക്കോർസൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന പിന്നെ ക്രിസ്മസ് റത്ത് എന്തായാലും ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആ ഒരു ഡെക്കോർസ് ഞാൻ കണ്ടേയില്ല. അതുകൊണ്ട് ആ ഒരു പ്ലാനിങ് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് ഞാൻ ആ ഒരു ഷോപ്പിൽ തപ്പിക്കൊണ്ട് നടന്നായിരുന്നു റീഡിഫ്യൂസർ. ഞാനത് കുറേ കിടന്ന് തപ്പുമായിരുന്നു. അതിനൊക്കെ 6 പൗണ്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. 6 പൗണ്ടിനുള്ള സാധനം എന്തായാലും ഞാൻ മേടിക്കത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഫ്രേഗ്രൻസ് ഓയിൽ മേടിച്ചിട്ട് ഞാൻ തന്നെ ഒരു റീഡിഫ്യൂസർ ഉണ്ടാക്കാമെന്നുള്ളത്. അങ്ങനെ ഓയിലും മേടിച്ചു, അതിന് സ്റ്റിക്കും മേടിച്ചു. എന്തായാലും ഞാൻ തന്നെ വീട്ടിലൊരു പരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഒരു സ്കെയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് ഫ്ലെക്സിബിൾ സ്കെയിലാണ്. എൻ്റെയൊക്കെ കൊച്ചിലെ ഇതായിരുന്നു അന്നത്തെ താരം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ കുറേ ക്യൂട്ട് ഐറ്റംസ് കണ്ട് ഞാനിങ്ങനെ സ്റ്റക്കായിരിക്കുമായിരുന്നു. ചില സമയത്ത് ഞാൻ തന്നെ ഓർക്കും ഈ ഒരു ടൈമിൽ വല്ല ജനിച്ചാൽ മതിയായിരുന്നു. എന്തൊക്കെ ക്യൂട്ട് സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കേഴ്സ് എനിക്ക് മേടിക്കണമെന്ന് വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും
ഞാനിങ്ങനെ ഓരോ വെറൈറ്റി ഡെക്കോഴ്സ് കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായിരിക്കുക. കാരണം എന്ത് രസമല്ലേ ക്രിസ്മസ് ഡെക്കോഴ്സൊക്കെ അവർ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. അതും കുറേ വെറൈറ്റി ആയിട്ടുള്ളത്. ചിലതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയായിരിക്കും. പക്ഷെ അതൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമല്ലേ. ഇങ്ങനത്തെ ഒക്കെ ഷോപ്സിൽ പോയി കഴിഞ്ഞാൽ എന്നെ പിന്നെ പിടിച്ചാൽ പോലും കിട്ടത്തില്ല. കാരണം ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കണ്ടായിരിക്കും പോകുന്നത്. എനിക്കിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേടിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു റത്തായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഒരു സാധനം കിട്ടിയില്ലാത്തതുകൊണ്ട് അത് മാത്രം പ്ലാനിങ് ഫ്ലോപ്പായി പോയി. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് കാണണ്ടേ. ആദ്യം ഞാൻ മേടിച്ചത് യോഗർട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എസൻസ് ഓയിൽ, അതിൻ്റെ സ്റ്റിക്ക്, പിന്നെ ഒരു ഹാങ്ങിങ് റോപ്പ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ലീഫ്, ഇതൊക്കെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കേട്ടോ. റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞാനും അച്ഛനും മേടിക്കുന്ന ഒരു കാര്യമാണ് യോഗർട്ട്. അതും മുല്ലറിൻ്റെ യോഗർട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വാനിലയുടെ ഫ്ലേവറും ഒന്ന് ബനാന ഫ്ലേവറും കൂടെ ആണ്. 2 സെറ്റ് യോഗേർട്സിന് 4 പൗണ്ടാണ്. അപ്പം ഒരു യോഗർട്ടിന് 2 പൗണ്ട് വെച്ച്. ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇവരുടെ പാക്കിംഗ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം അത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇനി അലക്കിയ തുണികളൊന്ന് വിരിച്ചിടണ്ടേ. എന്നിട്ട് വേണം അടുത്ത സെറ്റ് ഒന്ന് അലക്കാനായിട്ട് ഇടാനായിട്ട്. അലക്കുന്ന കാര്യം ഓർക്കുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. കാരണം ഇവിടുത്തെ വാഷിംഗ് മെഷീനാണെങ്കിൽ ഭയങ്കര സൗണ്ട്. ചില സമയത്ത് അത് ഡാൻസ് കളിച്ച് ഫ്രണ്ടിൽ വരെ വരും. അലക്കാനുള്ള തുണിയൊക്കെ അങ്ങനെ അങ്ങ് ഇട്ടു. അപ്പോൾ ഇന്ന് അച്ചു കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി മതി എന്നുള്ളത്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കഞ്ഞിയാണ് വെച്ചേക്കുന്നത്. പപ്പടം മാത്രമേ ഉള്ളൂ കൂട്ടാനായിട്ട്. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജൊക്കെ നിന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് എന്നുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിനകത്തിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആയിട്ട് തുടങ്ങാം. ഈ ഒരു വീട്ടിലെ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് കേട്ടോ. നമ്മുടെ പഴയ വീട്ടിലെ പോലെ ആ ഒരു വലിയ ഫ്രിഡ്ജല്ല, ഇത്രയും ഒരു കുഞ്ഞ് ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതിനകത്ത് ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കി വെക്കാറായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് പുതിയ ഒരു ഫിൽറ്റർ എടുത്ത് വെക്കണം ആ ഒരു ജഗ്ഗിനകത്ത്. അപ്പോൾ ഞാൻ പഴയ ഫിൽറ്റർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെല്ലാ മാസവും നമ്മളത് ചെയ്യും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു പുതിയ ഫിൽറ്റർ എടുത്തിടും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കൊഞ്ചങ്ങോട്ട് ചൂടാക്കാം. കാരണം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് പ്രോൺസ് ദോശയാണ്. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പണ്ടൊരു വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അച്ചു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊഞ്ചൊക്കെ ആദ്യം നമുക്ക് എണ്ണയ്ക്കകത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ദോശയ്ക്കുള്ള മാവ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളത്. കാരണം ആ മാവിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് വേണം മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനിപ്പം ദോശ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദോശ തന്നതിന് ഞാൻ എപ്പോഴും തിന്നും. കാരണം എനിക്ക് അതുപോലെ ഇഷ്ടമാണ് ദോശ. മസാല ദോശ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പ്രോൺസ് ദോശ. പിന്നെ ഇതിനോട് സാമ്പാർ ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് സാമ്പാറില്ലായിരുന്നു, സാമ്പാറൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. ഈ വീഡിയോ ഞാൻ ഇന്ന് എൻഡ് ചെയ്യാനായിട്ടും പോവാണ്. അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാവേ. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്. ബൈ.